ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. എനിക്ക് അറിയാവുന്ന പ്രേതാനുഭവ കഥ വല്ലതുമാണ്. അതിന് പ്രേതവുമായി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു രാത്രി ഒരു 1 മണി 2 മണി സമയമാകും സ്വിച്ച് ഇട്ടതുപോലെ എല്ലാവരും ഇരിക്കും. അപ്പം ഈ ഒരു കഥ വേണമെങ്കിൽ ആത്മാവ് വന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ വന്നതാണെങ്കിലും ഉണ്ടാവില്ല എന്നല്ല, അത് വിശ്വസിക്കാൻ വയ്യ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവർ പോയ സ്ഥലങ്ങളിൽ നമ്മളും പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അദ്ദേഹവും പറഞ്ഞത് ഇത് ബാധ്യമാണ്. ഈ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം ഞാനത് കംപ്ലീറ്റ് നോക്കിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പമുള്ള ആർക്കോ ഒപ്പം കൂടി വന്ന ഒരു ബാധ്യമാണ്. ഇത് പരിഹാരങ്ങൾ ചെയ്യണം. സുഹൃത്തേട്ടാ, ചേട്ടൻ്റെ യാത്രാനുഭവ കഥകളൊക്കെ കഴിഞ്ഞോ അതോ ഇനിയും കഥകൾ ബാക്കിയുണ്ടോ? കഥകൾ തീരുന്നില്ല. കഥകളാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കഥകൾ നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ നടന്ന കഥകൾ പറയുമ്പോഴാണ് അത് ഏറ്റവും രസകരമായി തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാഹുലിന് വേണ്ടി ഇന്ന് പറയാൻ പോകുന്നത് ഒരു കുടുംബക്കാർക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. എനിക്ക് അറിയാവുന്ന പ്രേതാനുഭവ കഥ വല്ലതുമാണ്. അതിന് പ്രേതവുമായി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു കഥയാണ്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ യാത്രകൾ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അത്ഭുതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. അതിനെയാണല്ലോ നമ്മൾ പ്രേതവും ഭൂതവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഉറപ്പായിട്ടും ഇത് ഒരു കൂട്ടം ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ ഇത് സംഭവം നടക്കുമ്പോഴൊക്കെ ഇവരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ പലയിടത്ത് പോയി നോക്കിച്ചപ്പോഴൊക്കെ ഇതൊരു പ്രേതബാധയുടെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു പക്ഷേ അത് പൂജകൾ ചെയ്തതുകൊണ്ട് അവരൊരുപാട് റിക്കവറായ വിഷയവുമാണ്. അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ കൊച്ചിയിൽ ജോലിക്കായി എത്തിയതാണ്. അവരുടെ വീട് കൊല്ലത്തായിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്ന് ഇവർ 2 സുഹൃത്തുക്കൾ ജോലിക്ക് വേണ്ടി കൊച്ചിയിലെത്തുന്നു. അവരുടെ ജോലിയുടെ ഭാഗമായി ഇവർ പലയിടങ്ങളിൽ താമസിച്ച് അവസാനം ഇവർക്ക് ഒരു 2 പേർക്കും ഓരോ പ്രണയമൊക്കെ ഉണ്ടാകുന്നു കൊച്ചിയിൽ. അങ്ങനെ ഇന്നത്തെ കാലമാണല്ലോ, വീട്ടുകാരറിയാതെ ലിവിങ് ടുഗദർ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ഇവർ തീരുമാനിക്കുകയും ഇവർ കൊച്ചിയിൽ ഒരു വീട്, അതായത് ടൗണിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു മാറിയ ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക്, 2 നിലയ്ക്കൊരു വീടാണ്, മനോഹരമായൊരു വീടാണ്. അവർക്ക് കുറഞ്ഞ വാടകയ്ക്കാണ് ഈ വീട് കിട്ടുന്നത്. അപ്പോൾ ഇവർ ഈ വീട്ടിൽ താമസം ആരംഭിച്ചത് മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ താഴത്തെ നിലയിൽ ആകുന്ന സമയത്ത് മുകളിലത്തെ മുറിയിൽ ഫാൻ കിടക്കും, ഇവർ പോയി ഓഫ് ചെയ്യും, പിന്നെയും ഇത് തനിയെ കറങ്ങും. പക്ഷെ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ചെറുപ്പക്കാരുടെ ഒരു മൂടറിയാലോ, ഇവർ അവരുടേതായ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ് ആ വീട്ടിലെ സ്ഥിര താമസം. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂട്ടുകാരൊക്കെ വരും. ഇത് പോകെ ഇവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നു തീരുകയാണ്. ആദ്യം ഇവരുടെ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതിലെ മെയിനായിട്ടുള്ള ആൾ, അതായത് ഇതിനൊക്കെ പണം മുടക്കുന്ന ആളുടെ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ കുട്ടിയുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകും. ആ കുട്ടിക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുകയും അങ്ങോട്ടേക്ക് മാറിപ്പോവുകയും, എന്നാൽ ഇയാളെ വിട്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇയാൾക്കിതൊക്കെ അറിയാമെങ്കിലും ഇയാൾക്ക് ആ പെൺകുട്ടിയെ വിട്ടുകളയാൻ പറ്റാത്ത ഒരു സാഹചര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പറയപ്പെടുന്ന കുട്ടികളുടെ ജീവിതം വഴിമാറിപ്പോവുകയാണ്. അപ്പോൾ ഇത് ഈ ഒറ്റ പെൺകുട്ടി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയി, അതിൻ്റെ കാര്യം നോക്കി പോയി, അതതിൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഇതോടുകൂടി ഇയാൾ മെൻ്റലി ഭയങ്കര ഡൗണായി. കാരണം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി എന്നേ വിളിക്കാൻ പറ്റും, പാർട്ണർ എന്ന് വിളിക്കാൻ പറ്റില്ല, കൂട്ടുകാരി ഉപേക്ഷിച്ച് പോയതോടുകൂടി ഇയാൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും. അതിനുശേഷം 2ാമത്തെ ആളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രണയമുണ്ടായിരുന്ന കുട്ടിയുമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെയാണ് ഇത് ഭയങ്കരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ താമസിക്കുന്ന ദിവസങ്ങളിലൊന്നും ഇവർക്ക് മനസ്സമാധാനമൊന്നുമില്ല. യാതൊരു വിധത്തിലുള്ള സമാധാനവും ആ വീട്ടിൽ കിടന്ന് ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അവർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന കൂട്ടുകാർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ഇതൊന്നും ആരും കാര്യമായിട്ട് എടുക്കുന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തുണ്ടായി, അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട്, അവിടെ കയറുമ്പോൾ ഭയങ്കരമായ ശ്വാസം മുട്ടൽ, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഇവരിതൊന്നും ഈ വീടിൻ്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നില്ല. ചെറുപ്പക്കാരാണല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ആരും ചോദിക്കാനില്ല. അവിടെ ഒഴിഞ്ഞ മൂലയിൽ കിട്ടിയൊരു വീടാണ്, അവിടെ അവർ സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്താണ് ഇവർ ചില കാരണങ്ങൾ കൊണ്ട്, ഇപ്പം 2ാമത്തെ ആളുടെ ഈ ബ്രേക്കപ്പ് കുറേ പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ 2 പേരും കൂടി
അവരുടെ സ്വന്തം സ്ഥലമായ കൊല്ലത്തേക്ക് തിരിച്ചു പോകും. ചില കാര്യങ്ങൾക്ക് കുറച്ച് ദിവസം മാറി നിൽക്കാൻ വേണ്ടി കൊല്ലത്ത് പോകും. അപ്പോൾ അവിടെ വെച്ച് ഇവർ ആ കൊല്ലത്ത് എത്തിയതിന് ശേഷം ഇവരുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അച്ഛൻ, അമ്മ, സഹോദരൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരവിടെ ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചു വന്നൊരു കുടുംബമാണ്. ആ വീട്ടിലെത്തിയതിന് ശേഷം ഇവർ കുറച്ച് ദിവസം ആ വീട്ടിലുണ്ട്. ഇവർ രാത്രി ഒരു 2 മണി സമയമൊക്കെ ആകുമ്പോഴേക്ക്, ആദ്യം ചെന്ന ദിവസങ്ങളിൽ ഇവരുടേതായ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങൾ കൊണ്ട് രാത്രി ഒന്നും ഉറങ്ങാതെ അവരുടെ കാര്യം പറഞ്ഞിരുന്നൊക്കെ പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്ന സമയത്തേക്ക് രാത്രി ഒരു 1 മണി 2 മണി സമയമാകുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ എല്ലാവരും എഴുന്നേക്കും. അപ്പോൾ ഇവർ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. ഇവർ സുഹൃത്തുക്കളാണെങ്കിലും മറ്റേ കൂട്ടുകാരൻ്റെ പണമുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. രാത്രി 1 മണി 2 മണിയാകുമ്പോൾ ഇവർ സ്വിച്ച് ഇട്ട പോലെ എഴുന്നേക്കുക തനിയെ ആ വീട്ടിൽ. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായി. കുറേ ദിവസമായി ഇവരുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കമില്ല, ആർക്കും ഉറക്കമില്ല, ഇവരാകെ പ്രശ്നം. അപ്പോൾ ഈ സമയത്ത് ഇവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാകും. ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അവർ എന്തോ ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് ഇവർ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. തുടരെ പ്രശ്നങ്ങൾ. ഈ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി 3-ാമത്തെ ദിവസം ഇവരുടെ അച്ഛനും അമ്മയ്ക്കും മറ്റൊരു ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും അപകടത്തിൽപ്പെടുകയാണ്. അതോടുകൂടി ഇവർ മാനസികമായിട്ട് ഭയങ്കര ഡൗണായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരോ പറഞ്ഞനുസരിച്ച് ഇവർ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലുള്ള ഒരു ക്ഷേത്രമുണ്ട്, ഈ വെച്ചാരാധനയും ചാത്തൻ സേവയൊക്കെ ഉള്ള, അവിടെ വന്ന് നോക്കിക്കും. അവിടെ വന്ന് നോക്കിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇത് ബാധയാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ ബാധയല്ല, ഇത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത് വന്ന ഒരു ബാധയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് ഇതുപോലൊരു വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അവിടെ നിന്ന് നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത ബാധയാണ്. അപ്പോൾ ഇവരിത് എറണാകുളത്തുനിന്ന് കൊല്ലം വരെ ബാധ, അതെ, അവർക്കൊപ്പം പോയതാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വീട് വെക്കേറ്റ് ചെയ്യണം എന്ന്. അപ്പോൾ അവരെന്തായാലും ആലപ്പുഴ വന്ന് അവർ നേരെ എറണാകുളത്തെത്തി ആ വീട് വെക്കേറ്റ് ചെയ്തു. കാരണം ഇത് ഉള്ളതാണെങ്കിലും കാണാം. പക്ഷെ ഇവർക്ക് വിശ്വസിക്കാൻ വയ്യ. ഇവർ നേരെ തിരിച്ച് കൊല്ലത്തെത്തിയിട്ട് അവരിത് വാങ്ങിയ വീടാണ്, കൊല്ലത്തെ വീട് വാങ്ങിയ വീടാണ്. കുറച്ച് നാളേ ആയിട്ടുള്ളൂ, 5-6 വർഷമേ ആയിട്ടുള്ളൂ. അവിടെ എത്തിയതിനു ശേഷം ആ വീട് വാങ്ങാൻ നേരം നോക്കിയൊരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വീട്ടിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് ബാധയാണ്, ഈ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം ഞാനത് കംപ്ലീറ്റ് നോക്കിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നിങ്ങളോടൊപ്പം ആർക്കൊപ്പം കൂടി വന്ന ഒരു ബാധയാണ്, ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യണം. ഈ സമയത്താണ് ഇവരൊരു ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയൊരു സംഭവം. ഞാനന്ന് ഈ പറയപ്പെടുന്ന നമ്മുടെ ബാക്ക് മീഡിയയുടെ കണ്ടന്റുകളോ ഇതൊന്നുമില്ല, ഇതിനൊക്കെ നിഷേധഭാവത്തിൽ കാണുന്ന ഒരു ഈ ആത്മാവ് ബാധ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ള ഒരു ജ്യോത്സ്യനുണ്ട്. അപ്പോൾ ഞാൻ പണ്ടും പല വീഡിയോകളിലും പറഞ്ഞു, ഞാൻ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നത് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവരെ അയാളെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവരുടെ നക്ഷത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ നോക്കിയിട്ട് അദ്ദേഹവും പറഞ്ഞത് ഇത് പുറത്ത് നിന്നുള്ളൊരു ബാധാപദ്രവമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരാദ്യം പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി ഇവർ കുറേ പണമൊക്കെ മുടക്കി കുറേ പൂജകൾ നടത്തി. അതിനോടൊപ്പം തന്നെ ഈ രണ്ടാമത് വന്ന ജ്യോത്സ്യനെ കൊണ്ട് വീട്ടിലും അത്യാവശ്യം പൂജകളൊക്കെ നടത്തി. പക്ഷെ ഇതിന് ശേഷം പിടിച്ചു കെട്ടിയതുപോലെ ഇവരുടെ ജീവിതം മൊത്തത്തിൽ മാറി എന്നുള്ളതാണ്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ വീട്ടിലെ ഈ ഉറക്കമില്ലായ്മ ഒരുപക്ഷെ അത് ഈ പൂജയുടെ പവറാകാം. ഞാനത് എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മാനസികമായി ഈ പ്രശ്നങ്ങൾ തീർന്നു എന്ന് ഇവരിൽ നിന്ന് കിട്ടിയ അവരുടെ കോൺഫിഡൻസ് ലെവലാകാം. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രശ്നം വന്നപ്പോൾ ഈ കൂട്ടുകാരികൾ പിണങ്ങിപ്പോയ സങ്കടം ഇവരിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഒരു പ്രശ്നത്തെ തീർക്കാൻ മറ്റൊരു പ്രശ്നത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ രണ്ടാമത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിന് ഉറപ്പ് കിട്ടിയപ്പോൾ അവർ വളരെ ആക്റ്റീവായി പിന്നീട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു സംശയം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർ ഒരേ സമയം എങ്ങനെയാണ് വീട്ടിൽ ഞെട്ടി എണീക്കുന്നത്? അതൊരു കോൺഫിഡൻസ് ആണെങ്കിൽ, അതൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം പറഞ്ഞില്ലേ, അപ്പം അവർക്കൊരു ആ പൂജ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന്. പക്ഷെ എങ്ങനെയാണ് അവർ ഒരേ സമയം? ഞാൻ പറഞ്ഞല്ലോ, 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ അത് ബാധാപദ്രവമാകാം, അല്ലെങ്കിൽ ഇതാകാം. അപ്പം ഞാനിത് ഏത് ഭാഗത്തേക്കും ചാരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 2 വെള്ളത്തിൽ കാലം കുത്തി എന്ന് പറയാൻ അല്ല, നമുക്ക് അത്ഭുതങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഒരേ സമയം അവർ ഞെട്ടി എണീക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു തോന്നുന്നത് 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും, 2 അച്ഛൻ്റെയും 2 അമ്മയുടെയും വ്യക്തി. ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇത് ഒരുപോലെ ബാധിച്ചു. ഇവരുടെ വീട്ടിലെത്തി എല്ലാവരെയും ബാധിച്ചു. അവർക്ക് അപകടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു സംഭവമുണ്ട്.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരാളോട് ഞാൻ ഈ കുട്ടുവിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, രോഹിതേ, അപ്പം എനിക്ക് പുള്ളിക്ക് ഇതൊക്കെ വിശ്വാസമുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് ഈ പുരാണങ്ങളിലും വേദശാസ്ത്രങ്ങളിലുമൊക്കെ അഗാധമായ അറിവുള്ള ആളാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ പുള്ളി അത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വേറൊരു ലൈനിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹം കുട്ടുമായിട്ടുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് സാറേ ഇന്നതുപോലെയായിരുന്നു, അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം പുള്ളിയുടെ നിന്ന് അങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഞാനത് പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ആവശ്യമായ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ എൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യിപ്പിക്കാറുമുണ്ട്. അത് മണി മോട്ടീവായിട്ട് ചെയ്യുന്നതല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു റിസർച്ചിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലൊരു പവർ ഉണ്ട്, ബാധാവിത്തരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് പുറത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും പല യൂട്യൂബ് ചാനലുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഹോണ്ടഡ് പ്ലേസുകളിലേക്കുള്ള യാത്രകളും കാര്യങ്ങളും അതിൽ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നവയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊന്നും ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത്തരം രൂപങ്ങൾ കാട്ടി പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞാളാണ്. പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞാളാണ്. അതാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കുട്ടുവിൻ്റെ കേസിൽ നമുക്കറിയാം. അല്ലാതെ ഇത് ചില രൂപങ്ങൾ കാണിക്കുക, ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നല്ല, അത് വിശ്വസിക്കാൻ വയ്യ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പോയത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവർ പോയ സ്ഥലങ്ങളിലൂടെ നമ്മളും പോയത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നുള്ളത്, പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരോടും പറയുമ്പോൾ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ അത് ആ വീടിൻ്റെ വാസ്തുദോഷമോ എന്തെങ്കിലും ആവാം, എനിക്കറിയില്ല. പക്ഷെ പിന്നീട് ഞാനൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ നമുക്കിതിൻ്റെ പുറത്തുള്ള ക്യൂരിയോസിറ്റിയോട് പറയാം. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞിട്ടില്ല, ഇത് അന്വേഷണം നടത്തിയപ്പോൾ ആ വീട്ടിൽ പണ്ടൊരു മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ താമസിച്ചിട്ടുള്ള മറ്റാർക്കെങ്കിലും അറിയില്ലല്ലോ, നമ്മൾ എൻ്റെ പിന്നെ പോയില്ല. എന്നോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഒരാൾ ജോത്സ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് വിട്ട് കളഞ്ഞു. അപ്പം പല സാഹചര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കർക്കൊപ്പം പോവുകയാണ്. അപ്പം ഒരു പഴയ വീട്ടിൽ കൊണ്ടുപോയി, 4 കെട്ടാണ്. പുള്ളിയുടെ മനസ്സിൽ ഈ 4 കെട്ടിലൊക്കെ പോയി താമസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാ വീട്ടിൽ പോയി പുറമേയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വീടിൻ്റെ വാതിൽ ബ്രോക്കർ തുറക്കാണ്. കൂടെ ആരും വന്നിട്ടില്ല, ബ്രോക്കറാണ് വീട് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അദ്ദേഹം വലതുകാലെടുത്ത് അകത്ത് വെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു എന്തോ ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായി. പുള്ളി സൈക്കിക്കായിട്ടുള്ള ആളാണ്, നോർമൽ മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു എക്സ്പീരിയൻസാണ്. ഭയങ്കര ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, എന്തോ ആരോ അവിടെ ഉള്ളതുപോലെ ഒരു തോന്നൽ. അപ്പോൾ അദ്ദേഹം അയാളോട് ചോദിച്ചു, ഈ വീട്ടിൽ ആരാ മരണപ്പെട്ടതെന്ന് ചോദിച്ചു. മരണപ്പെട്ടതെന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം അത്ര നൂറ്റാണ്ടിൽ പഴക്കമുള്ള വീടാകുമ്പോൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാവും. അപ്പം ബ്രോക്കർ ആകെ വല്ലാണ്ടായി. പറഞ്ഞു, സാറിന് കഴിവുള്ള ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്, ഇത് കച്ചവടമായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അവിടെ സുഖമില്ലാത്തൊരു പയ്യൻ ആ തറവാട്ടിൽ താമസിച്ചു, കിണറ്റ് വീണ് മരിച്ചാണ്. ആ ആത്മാവ് അവിടെ വിട്ടു പോകാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ആളുകളുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കഥ വേണമെങ്കിൽ ആത്മാവ് വന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ വന്നതാണെങ്കിൽ ചിലപ്പോൾ ഒരു ആത്മാവാണ്. അല്ല, അതവിടുത്തെ ലൂസ് കണക്ഷനായിരുന്നു. പ്രകൃതി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇൻഡ്യൂഷൻ. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ എനർജി ഉണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. ചില നെഗറ്റീവ് എനർജി എന്ന് പറയും, ചില പോസിറ്റീവ് എനർജി എന്ന് പറയും. എന്തായാലും എനർജി ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ വൈബ്രേഷൻസ് ഉണ്ട്. കാരണം നമ്മളിവിടെ ഒരുപാട് പേര് വന്നു പോകുന്നു, അവരുടെയൊക്കെ ഓർമ്മകളും ചിന്തകളും ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോണത്, അല്ലേ? അവരെക്കുറിച്ചുള്ള മെമ്മറീസ് കൂടി ഉണ്ട്. ഇന്ന് ഞാൻ ശ്രീനിവാസ പയ്യുമായിട്ട് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, പ്രകൃതി ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. മേ ബി ആയിരിക്കാം. ഞാൻ പറഞ്ഞത് കാറ്റായോ പ്രകാശമായോ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ലൈറ്റ്, ക്യാമറയിൽ കാണാൻ പറ്റില്ല, ഈ ലൈറ്റ് ഓഫായി. ക്യാമറമാൻ രോഹിത് അവിടെ നിന്നിട്ട് പോയിട്ട് അത് ഓണാക്കിയിട്ട് അണഞ്ഞു കത്തി അങ്ങനെ നിന്നു. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇതിൻ്റെ എഡിറ്റർ ചെയ്തെടുത്തിട്ടായിരിക്കും ഹൈലൈറ്റ്സ് ബിൽഡ് ചെയ്യാൻ പോണേ. ഇത് തന്നെയാണ് ഒട്ടുമിക്ക ചാനലുകളിൽ നടക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ലോ. നമ്മൾ ഈ വിഷ്വൽ ഇപ്പോൾ നമ്മളൊരു വാർത്തയാണ് സംഭവിക്കുന്നതെങ്കിൽ ലൈറ്റ് അണഞ്ഞു, ലൈറ്റ് അണഞ്ഞാൽ കത്തിക്കുക. പക്ഷെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതായതുകൊണ്ട് ലൈറ്റ് അണയുമ്പോൾ മനസ്സിലൊരു സംശയം ഉണ്ടാകും എന്നുള്ളതാണ്, അല്ലേ? അതെ. സോ ആത്മാവ് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട അതിനെ. എന്തായാലും നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മുടെ സ്പിരിച്വൽ അവേഴ്സ് പ്രോഗ്രാമാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് ആ ബാക്ക് മീഡിയ ഉള്ളത്. അത് നന്നായി ഭംഗിയായി തീരാൻ എല്ലാ സഹൃദയങ്ങളായ നമ്മുടെ പ്രേക്ഷകരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. താങ്ക് യു.